മക്കളുടെ സേഫ്റ്റിയാണ് നമ്മൾ പഠിപ്പായാലും എന്തായാലും പഠനത്തിനേക്കാൾ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് അവരുടെ സേഫ്റ്റിയാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. പല സ്ഥലത്തേക്കും പോകാറുണ്ട് അല്ലേ. പല കുട്ടികളും പല കൺട്രീസിൽ പോയി പഠിക്കുന്നുണ്ട്. എല്ലാവരും ഗ്രാജുവേറ്റഡ് ആയി അവിടുന്ന് ഡോക്ടറായി എഞ്ചിനീയറായി അല്ലെങ്കിൽ പല പല കോഴ്സസിൽ നിന്നും ഗ്രാജുവേഷൻ നേടിയിട്ട് വരുന്ന കുട്ടികളാണ്. ഇന്ന് ദുബായ് അതിലൊട്ടും പുറകിലല്ല. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസും കൊണ്ട് ഇവിടെ അക്കാഡമിക് സിറ്റിയിൽ ഒരുപാട് 10-27 യൂണിവേഴ്സിറ്റീസിലത്തെ പഠനം ഇന്ന് അക്കാഡമിക് സിറ്റിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10-28,000 കുട്ടികളാണ് ഇവിടെ ദുബായിൽ ഇന്ന് അക്കാഡമിക് സിറ്റിയിൽ മാത്രം പഠിക്കുന്നത്. അതുപോലെ ഷാർജ നോക്കിയാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കാണ് നമ്മളുടെ കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മക്കളെ ഇപ്പോൾ ഓരോരുത്തർ ഇവിടെ ഒന്ന് ചേർക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ അക്കോമഡേഷൻ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടി അന്വേഷിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ അക്കാഡമിക് സിറ്റി ഭാഗത്തൊക്കെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് അതിൻ്റെ തൊട്ട് സറൗണ്ടിങ് ഏരിയാസ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. സിലിക്കോൺ അയാസിസ് ഉണ്ട്, DLRC ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്, ലിവാൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനും നിങ്ങൾ ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കി നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതിൻ്റെ തൊട്ടടുത്തൊരു പ്രോപ്പർട്ടി ഇപ്പോഴേ നോക്കി വെക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണാൻ നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ നമുക്ക് യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെ കോഴ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെ അന്വേഷിക്കണം, നമുക്ക് ആ ഏരിയയിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് നമ്മളെ മക്കളായിട്ട് താമസിക്കാൻ പറ്റുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം.